അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ മുതലാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 4 മണിയായപ്പോൾ നമ്മൾ അലാറം വെക്കും. പിന്നെ എഴുന്നേക്കുന്നത് ചിലപ്പോൾ 4:30 കേട്ടോ. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ട് പശുവിൻ്റെ ചാണകമൊക്കെ കോരി കളഞ്ഞായിരുന്നു. വീണ്ടും വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 5 പശുക്കളുള്ളൂ കറക്കാനായിട്ട്. അപ്പോൾ ഉറക്കം വരും. ഉറക്കം എന്ന് പറയണതേ ചില സമയങ്ങളിൽ കുറേ നേരം നമ്മൾ ഉറങ്ങാതെ കിടക്കും. ഇറക്കം പോണ സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റായി പോകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ രാവിലെ മുതൽ രാത്രിക്ക് വരെ ആവാന്നുള്ളൊരു വീഡിയോ ആണ് മനസ്സിൽ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ സാഹചര്യം പോലെയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പം സമയം 5:30 കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ക്ലോക്കിൽ സമയം 5:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോവാം. അപ്പോൾ ഞാനിങ്ങനെ ഗ്യാസ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി കഴിയുമ്പോൾ ഒരു രസമാണല്ലോ. എന്തു പറ്റി? എഴുന്നേറ്റില്ലേ ആരും? എഴുന്നേക്കൂ. നീ കണ്ടോ കിടന്നിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു കള്ളിപ്പെണ്ണിനെ കണ്ടോ? അത് കണ്ടോ? എഴുന്നേക്കാൻ കഴിയില്ല. ഞാൻ കാണിച്ചു കൊടുത്തൂടി. നീ കിടന്ന് മൂത്രമൊഴിക്കണേ നോക്കണ്ട. കണ്ടാ ഇങ്ങനെ വാവ കളിക്കുക? കണ്ടാ ഇത് നോക്കിക്കണ്ടേ? അവൾ കിടന്ന് മൂത്രമൊഴിക്കണുണ്ടോ? മടിച്ചു കോതേ കിടന്നിട്ട് അവൾക്ക് എഴുന്നേക്കാൻ കഴിയില്ല. കുഞ്ഞിപ്പെണ്ണേ എഴുന്നേക്കൂ. അവളാണ് ഏറ്റവും മടിച്ച്. നോക്കിയേ, നാണായി പോയി. കണ്ണ് കണ്ട അവളുടെ നാണം വന്നിട്ട്. കൊമ്പ് നോക്കണേ. ഇവിടെ കിടന്നിട്ട് മൂത്രമൊഴിച്ച് വെച്ചേക്കുക. വാവ പറയണേ ഏറ്റവും സ്നേഹമുള്ളത് വിളാണെന്നാ പറയണേ. ഒരു നാണം പോലെ നിൽക്കുക വെച്ച് നാണായി. മുട്ട തന്നല്ലോ. വാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാല ഉണ്ടായില്ലേ നമുക്ക്? ബാലയുടെ സ്നേഹം ഉണ്ട് വെക്കും. നോക്കണു ചേട്ടനെ ഇതിന്. അപ്പൊ ഓരോരുത്തർ എഴുന്നേക്കണുള്ളൂ കേട്ടോ. എന്താണ് അമ്മ മോള് എഴുന്നേക്കാത്തെ? അച്ഛേ, ആ മൂത്രം ആ വാലിട്ട് അടിച്ചിട്ട് എൻ്റെ മേത്തോട്ട് അങ്ങനെ തന്നെ തെറിപ്പിച്ചു. നീ ആൾ കൊള്ളാലാടി. ഭയങ്കരി നോക്കണ്ട. കുറുമ്പി നോക്കി. കുറുമ്പി പെണ്ണ്. ആ ചങ്കരി ഇവിടെ ഉണ്ടായോ? ചങ്കരി പെണ്ണ് ഇവിടെ ഉണ്ടായോ? ഓ ശങ്കരി. ഓ നന്ദിനിയാണ് കേട്ടോ രസം. ഇന്നലെ ചാട്ടം വരുന്ന വെച്ചിട്ടാ വൈകുന്നേരം കറക്കുമ്പോഴും അവർക്ക് ഹീറ്റ് ഉണ്ടേ. ഓ കുഞ്ഞിച്ചക്കൻ എഴുന്നേറ്റു. ചെക്കന് കിടക്കാനായിട്ട് ഇതൊക്കെ നോക്കിയേ. വാവയുടെ പണി ഇതൊക്കെ ചാക്ക കൊണ്ട് വിരിച്ചിട്ട്. അപ്പൊ അവനുണ്ടല്ല അവിടെ നിൽക്കായിരുന്നു കേട്ടാ അമ്മയുടെ അടുത്ത്. അവൻ ഇങ്ങോട്ട് ഇവിടെ കിടന്ന് പണിയുന്നുണ്ടപ്പോ അവിടെ നിന്ന് തല പൊക്കി നോക്കണ കേട്ടാ. ശരിക്കും കാണിക്കണുണ്ടല്ലോ. തീറ്റ കൊണ്ടുവന്നപ്പോൾ അവൾ എഴുന്നേറ്റ് കേട്ടോ. അത് മനസ്സിലായി. ഇനിയിപ്പോൾ അവൾക്കുള്ള തീറ്റയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോൾ കാല് കെട്ടണം കാണിക്കാൻ പറയുന്നുണ്ട്. കാണിക്കാട്ടാ. രേശേട്ടൻ കാല് കെട്ടണ പോലെ അല്ല കേട്ടോ. ഞാൻ കാല് കെട്ടണം. ഞാൻ രേശേട്ടൻ കാല് കെട്ടുന്നത് വേറെ രീതിയിലാട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാലുകെട്ടലിൻ്റെ രീതിയല്ല രേശേൻ്റെ കാലുകെട്ടൽ. രേശേൻ്റെ കാലുകെട്ടൽ കുറച്ചും കൂടി സേഫായിട്ടുള്ള കെട്ടലാണ്. ഞാൻ കുറച്ച് സേഫ് അല്ല എൻ്റെ ഒരു കെട്ട്. എന്നാലും എനിക്ക് അങ്ങനെ കെട്ടാൻ ഇഷ്ടം.
എൻ്റെ ഈ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെ കേട്ടോ. ഇനി രേശേട്ടൻ തുടങ്ങി. സാധാരണ ഞാനാണ് കേട്ടോ ഫസ്റ്റ് കയറാറ്. ബക്കറ്റ് തരാം ഉണ്ട് കേട്ടോ. 2 ബക്കറ്റ് ഞാൻ രേശേട്ടൻ കറക്കണ ബക്കറ്റാണ്. ബക്കറ്റ് എടുത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെ. ഇന്ന് ഇപ്പോൾ രേശേട്ടൻ ഫസ്റ്റ് കയറി കഴിയുമ്പോൾ എനിക്കൊരു മടി കേട്ടോ, പണി തുടങ്ങാനായിട്ട്. ഇന്ന് ഇപ്പോൾ ഒരുപാട് പരിപാടി ഉണ്ട്. നമുക്ക് അമ്മയുടെ അടുത്ത് പോകണം, പിന്നെ രാവിലെ പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അമ്പലത്തിലും പോകണം. അപ്പോൾ ഈ പണി ഒക്കെ വേഗം കഴിക്കണം. സമയവും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പണി തുടങ്ങട്ടെ. നമുക്ക് പുതപ്പൊക്കെ ആദ്യം മടക്കി വെക്കാം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഇടാം. എന്നാലാണ് നമുക്ക് കുട്ടികളെ പോയി ചീത്ത പറയാൻ പറ്റുള്ളൂ. അവർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എങ്ങാനും നമ്മളിത് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഞാൻ വന്ന് ചെയ്യും. ഞാൻ ഇനി പണിയൊക്കെ കഴിഞ്ഞ് ബെഡ്റൂമിൽ കയറുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിടും. പക്ഷേ സമയം കഴിയുമ്പോൾ നമ്മളിതൊന്നും ചെയ്യാതെ വേഗം ഫാമിലോട്ട് പോകും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാറുമോള് വന്നിട്ട് പറയും, അമ്മയുടെ ബെഡ്റൂം എങ്ങനെ കിടക്കണേ ഒന്ന് വാങ്ങിച്ച്. അപ്പം ഞാൻ പറയും, ഞാൻ എൻ്റെ ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ടാണ് പോകാറെന്ന് പറയും. അപ്പോൾ അവൾ പറയും, എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല, ചില സമയത്ത് അമ്മ അങ്ങനെ ഇട്ടിട്ട് പോകാറുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ തന്നെയാണ് നമ്മുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യണേ. അത് ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫാമിൽ പോകാൻ ലേറ്റ് ആകുമ്പോൾ നമ്മൾ വേഗം എഴുന്നേറ്റ് ഫാമിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ബെഡ്ഷീറ്റും ഇതൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ രേശേട്ടനും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ആ സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ഫാമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വരുള്ളൂല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യമേ അവരാ ജയിക്കണ്ടേ. നമ്മൾ പറയുമ്പോൾ അതനുസരിച്ച് തിരിച്ച് പറയണമല്ലോ. അപ്പോൾ അവരിങ്ങനെ പറയണ കാര്യങ്ങളാണ്. അപ്പം ഞാനപ്പോൾ വിചാരിക്കുമോ, എന്നാൽ വേഗം ഇത് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം, എന്നാലാണല്ലോ നമുക്ക് പറയാനുള്ള വോയിസ് ഉള്ളൂ. ഞാൻ പറയും, എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് വൃത്തിയായിട്ട് കിടക്കില്ലേ അതൊക്കെ പറഞ്ഞു ചീത്ത പറയുമ്പോൾ അവരെന്നോട് ഇങ്ങനെ പറയും, അമ്മ ചെയ്യാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ചെയ്യണം, പക്ഷെ ചില ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ലേറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫാമിലോട്ട് പോവാണ്, സമയം ലേറ്റായി. രാത്രിയിൽ തുണി ഇതുപോലെ 2 സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ആ 2 സ്റ്റാൻഡും എടുത്ത് ഇതുപോലെ വിരിച്ച് ഫാനും ഓണാക്കി ഇടും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു മഴ എന്ന് പറയണ ഒട്ടും തന്നെ നമുക്ക് നിൽക്കാതെ പെയ്യണോണ്ട് തന്നെ തുണികളൊക്കെ ഇങ്ങനെ തണുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമുക്ക് അടുത്തത് ഇന്നും ഉണ്ടാവുമല്ലോ തുണികൾ. അപ്പോൾ അതിടണമെങ്കിൽ ഇന്നത്തെ തുണികൾ അത്യാവശ്യമെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഫാൻ ഓണാക്കി ഇടുകയാണ്. സ്റ്റാൻഡ് കൊണ്ടുവന്ന് ഫാനിൻ്റെ നേരെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ഇടും. നേരത്തെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ കാണുമ്പോൾ സ്റ്റാൻഡ് ഉൾപ്പെടെ പുറത്തോട്ട് വയ്ക്കും. ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. പണികളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അപ്പം നമ്മുടെ മോള് എഴുന്നേറ്റിട്ടുണ്ട്. പാൽപാത്രമൊക്കെ അയാളെ കൊണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഈ മുടിയൊന്നും കെട്ടിവെക്കാതെ താൻ കിടന്നുറങ്ങണത്, മുടിയൊക്കെ ചെടകുത്തി പോവും കേട്ടോ. അപ്പം താനൊരു പണി ചെയ്യുമോ, എനിക്ക് ഒരു സഹായം ചെയ്യുമോ? ഇല്ലേ? എന്താണോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പറയണേ? ഒച്ചു എന്തൊരു വായോളിയാ. അതെ, ആ പാത്രമൊക്കെ കഴുകി വെക്കുമോ, പാൽപാത്രമൊക്കെ? മുട്ടായി വാങ്ങിച്ചു തരില്ല? മുട്ടായി വാങ്ങിച്ച് തരാന്നാണോ പറയുന്നത് വിചാരിച്ചേ? നമ്മടെ മോനമ്മ മുട്ടായി ആരെങ്കിലും തരുവാണെങ്കിൽ തരാട്ടാ. അപ്പൊ താനേ ഒരു പണി ചെയ്യോ, അച്ചാമ്മയുടെ അടുത്ത് പോകണം, അമ്മയ്ക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയേക്കൂ കേട്ടോ. വേഗാവട്ടെ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ മക്കളുണ്ട്. ഒരു പാലും കൊണ്ട് പോയി. പിന്നെ ഒരാൾ രാത്രിയൊക്കെ പഠിച്ചത് കൊണ്ട് അയാളെ പിന്നെ എഴുന്നേൽപ്പിച്ചില്ല. അപ്പോൾ എനിക്ക് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദേശേട്ടൻ കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് ദേശേട്ടൻ്റെ ചോറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെറുപയറുണ്ട് കേട്ടോ. ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരിപാടി ഇതൊക്കെയാണ്. നമുക്ക് ഇനിയിപ്പോൾ ചെറുപയറൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടയൊക്കെ വറുത്ത് കുട്ടികൾ ചോറ് ഇന്നലെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് നേരമില്ല. ചെറുപയർ ഒരുപാട് വെന്ത് പോകണമെന്ന് ഇഷ്ടമല്ല.
കുറച്ച് കുറവ് ജസ്റ്റ് കുക്കറൊന്ന് വയ്ക്കാൻ കൂടാം. അയ്യോ അച്ഛനെടുത്ത് അറിയാണ്ട് അച്ഛനെടുത്ത് സെക്കൻഡ് ഒന്ന് കഴിക്കാൻ തട്ടേ. കഴിക്കാൻ ഇന്ന് ഗോതമ്പൂട്ട് ചെറുപയർ, വൈകുന്നേരം വരെ ഇന്ന് ചെറുപയർ. മുട്ട എന്തെങ്കിലും മുട്ട വറുത്ത് കഴിച്ചോളൂ. അമ്മ പോവാണ്. വരുന്നത് ലേറ്റ് ആവുന്നു. ചോറും കറിയൊക്കെ ചോറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇല്ലേ? ചിക്കൻ കറിയാ. ഇന്ന് വെള്ളിയാഴ്ചയുമാണ്, ചിക്കൻ കറിയും ഇല്ല. പിന്നെ എന്റെ അടുക്കാൻ കേട്ടോ. പാല് തിളച്ചു പോയടാ. സമയമില്ലാത്ത സമയത്ത് ഇതിന്റെ ഇടക്ക് ആ ഒരു പണി ക്ലീനിങ്ങും. അമ്മ എനിക്ക് പാല് വേണോട്ടാ. പിള്ളേരുടെ അല്ല ആറ്റ കൊടുക്കാൻ ഇവിടെ ഇരുന്ന് ചീത്തയായി പോവല്ലാതെ പാല് താൻ കുടിക്കാൻ വരാറില്ല. പറയണ കിട്ടുക നമ്മൾ കൊടുക്കാത്ത പോലെ അല്ലേ. ഇവിടെ ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ച പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടാ. ഞാൻ തൈരാക്കാന്ന് ഓർത്ത് എടുത്ത് വെച്ചേക്കണം. അതിനെനിക്ക് നേരം കിട്ടിയിട്ടില്ല. കൊടുത്ത് തീർക്കേണ്ടി വരും. വെറുതെ പറയണ. എന്നിട്ട് എടുത്ത് കുടിക്കുമില്ല. പാവോട്ടാ കൊടുക്കാത്ത പോലെയാണ് കുട്ടി പറയണ. എന്റെ മോന് പാലാരും കൊടുക്കണില്ല. എനിക്ക് പാലും തരാറില്ല അവര്. അപ്പൊ ഞാൻ പൊക്കി എടുക്കണ ഇതിനകത്ത് നിറച്ച സാധനങ്ങളല്ലേ. ഒന്ന് മാറാമോ? ഇവിടെ ഈ വാഷ് ബേസ് മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ അച്ഛൻ വഴക്ക് പറഞ്ഞ് പറയുമ്പോ ഭയങ്കര മുടി പോണിട്ട് ആളുടെ മുടി പോകാനുള്ള കാരണം ഭക്ഷണം കഴിക്കാതെ എന്നുകൊണ്ട് അച്ഛൻ വഴക്ക് പറഞ്ഞു. നീ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടാ? മുടീനെ സംരക്ഷിക്കാറുണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ട് നീ മുരിക്കയിലേക്ക് അരച്ച് പറ്റാൻ പോകുന്നുണ്ട്. ഇനി അടുത്ത വഴക്ക് പറയുമ്പോ അല്ലെങ്കിൽ അവള് പരാതിയായിട്ട് വരും മുടിയിൽ പോയെന്നും പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത വഴക്ക് പറയുമ്പോൾ അവൾ അടുത്ത ഇതായിട്ട് വരുള്ളൂ. മുടി പോവാതിരിക്കണമെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യണം അല്ലേ കണ്ടപ്പാ? പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള എന്താ ഈ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കാൾ വലിയ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇന്നും നേരെ നിൽക്കണതാ. അപ്പൊ സമയമില്ലാത്ത നേരത്തെ പാല് മുട്ട വാങ്ങിച്ചോട്ടെ. തലക്കാണ് കിട്ടണ്ടേ നിനക്ക്? നാളെ 4 ശനിയല്ലേ? മഴ പെയ്യണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ 2 ദിവസം എടുക്കാം. കുഞ്ഞടുക്കളയിൽ കുഞ്ഞു പിള്ളേർ ആ സൗണ്ട് എടുത്താൽ പാല് വീണിട്ട് അതിന്റെ ഇടക്ക് ആ ഒരു പണിയും കൂടി ആയിട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണ്ടേ? എനിക്ക് എവിടെ പോയാലും വേറെ ഒരു പണി ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോകണം അമ്മയുടെ അടുത്ത്. രാവിലെ മുതൽ ഷെയ്ക്ക് ചിരിക്കാൻ നടക്കുകയാണ്.
മാങ്ങ ഷേക്ക് അല്ലേ? ഐസ്ക്രീം ഇന്നതാ ഇന്ന് പുഡിങ്ങാ എന്താണ് ഉണ്ടാക്കി? ഇന്നിപ്പോ ഷേക്കാണ്. എന്നിട്ട് ഇനിയിപ്പോ ഇടയ്ക്കാണോ പോലാണോ? ഇടയ്ക്കാണോ പോലാണോ? ഇടയ്ക്ക് വാങ്ങിക്കണം. ഇടയ്ക്ക് വാങ്ങിക്കണ്ടേ പിന്നെ? അതെപ്പോഴായാലും വാങ്ങണം. ഈ പാറു ചേച്ചി എന്ത് ഈ സാധനമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കളയാത്ത എന്താണോ? അവിടെ തലയിലൊക്കെ കോഴി മുരുക കൊണ്ടു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് പോകണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, പണ്ടത്തെ ആൾക്കാർ പറയണത് ആനവാല് വെച്ച് എന്താണ് മോതിരം പണിത ധൈര്യം കിട്ടുന്നു. എന്ത് ധൈര്യം കിട്ടുന്ന ഒരു ഉദ്ദേശിക്കണേ? ഇതാരാ കണ്ടപ്പോ കുഞ്ഞപ്പനോട് പറഞ്ഞേ? അല്ല സംശയമാണ്. ഞാൻ ഒരു ഇതുകൊണ്ടാണ് സിനിമയില് സംശയം ഇപ്പോഴത്തെ പിള്ളേർക്ക് ധൈര്യക്കുറവൊന്നും ചവിട്ടില്ല. ഇനിയിപ്പോ ഇനി ആനവാലും കൂടി ഇട്ടിട്ട് വെള്ളം ചവിട്ടിട്ട് കൂടണ്ട. അതായത് ചോദിച്ച ആനവാല് ഇട്ട് എന്ത് ചങ്കൂറ്റം കൂടുതലെന്ന് ഉദ്ദേശിക്കണ ആൾക്കാര്. പേടി ഉണ്ടാവില്ല, സ്വപ്നം കാണില്ല, അങ്ങനെയൊക്കെയാണ് എനിക്കറിയില്ല കേട്ടോ. പലരും പല രീതിയിൽ എവിടെ സാമ്പാർ പൊടിയില്ല. ഇനി സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് വേണം. അപ്പൊ പൊക്കോ മൊട്ടാർത്തയച്ചോളാം. മല്ലി സമയമില്ലാത്ത സമയത്താണല്ലോ ഞാനിത് ഉണ്ടാക്കണത്. ഞാൻ പിന്നെ കഴിച്ചോളാം, ഫ്രിഡ്ജിലോട്ട് വെച്ചോളാം. സാമ്പാർ പൊടിക്ക് ഞാനിപ്പോ കണക്കൊന്നും നോക്കാനുള്ള മല്ലി, കുറച്ച് ഉഴുന്ന്, പരിപ്പ്. അപ്പൊ ഉഴുന്ന് പരിപ്പ് ഇനി ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഇവിടെ ഹെഡ്ഫോണൊക്കെ വെച്ച് അടക്കണം പാപ്പൻ. കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉലുവ, ഇനി കുറച്ച് ഉലുവ ഇട്ടിട്ടില്ല, കൂടിപ്പോയി. മല്ലി ഇട്ടു, പരിപ്പിട്ടു, ഉലുവ ഇട്ടു, ഉഴുന്നിട്ടു. ഇനി എന്തുണ്ട്? വേപ്പിലിടണം. മറ്റേ കായം, പച്ചമുളക്, കായ പൊടി ഇടണോളൂ. കായോ പിന്നെ ഇടണോ? കുറച്ച് വേപ്പിലിട്ടു. പിന്നെന്തുവാ? പച്ചമുളക് ഇടണം. പച്ചമുളക് കേട്ടോ. കൊല്ലമുളക്, കൊല്ലമുളക്. ഇത്രയാണ് സാമ്പാർ പൊടിക്ക് ആവശ്യമുള്ളത്. സാമ്പാർ പൊടി വാങ്ങിച്ചു വെക്കലില്ല. ഇങ്ങനത്തെ പരിപാടിയാണ് കൂടുതൽ ചെയ്യാൻ. ഒന്ന് വറുത്തെടുത്തിട്ട് സാമ്പാർക്ക് വേഗം ആക്കിയെടുക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉഴുന്നിടാൻ മറന്നുപോയി. ഇന്നിപ്പോ എല്ലാം ഇട്ടിട്ട് എന്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കായപ്പൊടി ഇട്ടാ? കായപ്പൊടി ലാസ്റ്റ് എടുക്കാറുണ്ട്. ഞാൻ ന്യൂയിങ് മോണ്ട ന്യൂയിങ് എന്തൊക്കെയോ പറയണ്ടേ, എന്തൊക്കെയോ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് യൂട്യൂബിലുള്ള ഉള്ളതാണ്. ഭാഷ അനുസരിച്ച് 190 4 പ്രൊഡക്റ്റ് ഉണ്ട് കയ്യിൽ. സാമ്പാറിന് വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല. മത്തങ്ങയും ഉരുളക്കിഴങ്ങാണ് ഇട്ടേക്കണത്. ക്യാരറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇനി അതൊന്നും എടുക്കാനൊന്നും എനിക്ക് നേരമില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഇത്ര പരിപാടി മതി. ഇത് വാട്ടറൊന്നും കംപ്ലൈന്റ് ആയിട്ടാണ് തോന്നി. ന്യൂയിങ്ങായിട്ട് തടിയുടെ ഇവിടെയൊക്കെ മൊത്തം തടിയായി. അത് തടിയാവണത് ഭക്ഷണം കഴിച്ചിട്ടാണ്. അത് എക്സസൈസ് രാത്രി കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് വേണ്ടി കിടക്കാം. പക്ഷെ പിന്നെ കൊതി സമ്മതിക്കണില്ല. വീണ്ടും നമ്മള് ചപ്പാത്തിയും ഉരുളിയും ഒക്കെ കൂടി കൊണ്ടുപോയി കഴിച്ച്. പിന്നെ ഭക്ഷണമാണെങ്കിൽ എത്ര നേരം കഴിക്കണേ? എനിക്ക് വേണം 3 നേരം കഴിക്കണേന് ഒരു നേരം ഒരു ഇത്തിരി കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം വീണ്ടും കഴിക്കും. ഇപ്പൊ കുറഞ്ഞുണ്ട്. പിന്നെ സ്കൂളിൽ പോകണമുണ്ട്. സ്കൂളിൽ പോകണ ദിവസം കുഴപ്പമില്ല. അത് ശരിയാ.
നമ്മള് കാര്യം നിങ്ങളിപ്പോ കഴിക്കുന്ന പ്രായമുള്ളൂ, അപ്പൊ കഴിക്കാം. ഞാൻ കഴിക്കും. പിന്നെ കുറയ്ക്കണ സമയമാകുമ്പോ കുറയ്ക്കാം. ഈ ഭൂവാശ കാണിച്ചു തരാൻ പറ്റുമോ? ഞാനേ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഭൂവാശ കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് വിശക്കണ്ട മിണ്ടാതില്ലടാ, സമയമില്ലടാ. ഞാൻ ഓർഡർ ചെയ്തോളാം. അമ്മ സമ്മതിച്ചാൽ മാത്രം മതി അമ്മ. ഞാൻ സമ്മതം മൂടിയിരിക്കുന്നു. ഇനിയിപ്പോ മറ്റേ രാഷ്ട്രപതിയുടെ കിട്ടി വാങ്ങിച്ചാ അമ്മ. പിന്നെ എന്താണ് അങ്ങനെ മിനിസ്റ്ററുടെ രാഷ്ട്രപതിയുടെ മിനിസ്റ്ററുടെ വാങ്ങിക്കാം. ഓ അമ്മ ഞാനും പ്ലീസ്. ഞാനിപ്പോ കഴിക്കട്ടെ കേട്ടാ. ഞാനിപ്പോ കഴിക്കണത് ഇപ്പൊ ഗോതമ്പൂട്ടും പാലുമാണ്. എനിക്ക് പാല് കുടിക്കുമ്പോൾ ബൂസ്റ്റാ ഹോർലിക്സ് തന്നെ വേണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പാല് ഇങ്ങനെ ഗോതമ്പൊടിയിൽ ഒഴിച്ച് കഴിക്കാം. കണ്ടമ്മ കഴിക്കണല്ലേ? മൊബൈലൊക്കെ ഇരിക്കല്ലേ, പിന്നെ എങ്ങനെ കഴിക്കണേ? വിശക്കാത്ത വേണോ? ഒരു കട ഫുഡ് കഴിച്ചു, വന്നു പോയി വാങ്ങിട്ട് പോരാതേന് ഗോതമ്പ് പൊടി നനച്ചു വെച്ച് കഴിഞ്ഞാൽ അതും പാലിക്കൊണ്ട് കഴിച്ചു. പിന്നെ എങ്ങനെ വയറ് നിറയാതിരിക്കും? പിന്നെ ഇത് കഴിക്കണമെങ്കിൽ, പിന്നെ രണ്ടാമത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയാ മുട്ടക്കറി വേണം അല്ലെ കണ്ണുമോനെ? എന്നാലേ നമ്മൾ മനസ്സ് പറയുള്ളൂ കഴിക്കാൻ അല്ലേ? ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ള കറവയാണേ. നമ്മുടെ കുട്ടിപ്പട്ടിയിലാണ് നടക്കണേ. നമ്മുടെ സുഭദ്രമേന മഴ ഉണ്ടായില്ലേടാ? ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലത്തോട്ട് മാറ്റി. ശോഭനം കഴിഞ്ഞൊന്ന് കളിച്ചൊക്കെ അങ്ങനെ മൊബൈൽ വേണ്ടി കിടന്നില്ല. ഇന്ന് ആരും ഉണ്ടായില്ല, സുഖമായിരുന്നില്ലേ? ശോഭാനത്തിൽ എന്തൊക്കെ പഠിപ്പിച്ചു? പുതിയതെടുത്ത് പാടിയതും പാടി കുട്ടി എല്ലാം പാടിയാ? പ്രാക്ടീസ് ചെയ്താ? അല്ലാനല്ല പഴയതൊക്കെ പാടിച്ചാ? എന്നിട്ട് ആരൊക്കെ പാടി? എല്ലാരും പാടി. മറന്നുപോയാലും പറഞ്ഞില്ലേ? മറന്നൊന്നും പാടുണ്ടായില്ല. പ്രാക്ടീസ് ചെയ്യണമെന്നും പറഞ്ഞില്ലേ? കണ്ണമ്മ കൊട്ടാൻ കൊട്ടാൻ കോലിടുന്നില്ലേ? എന്ത് ചെയ്തു? ഒടിഞ്ഞില്ല, സൈഡിൽ നിന്ന് ഒരു ഇച്ചിരി. അപ്പൊ അതുകൊണ്ട് കൊട്ടാൻ പറ്റുമോ? കുഴപ്പമില്ലാണ്ട് കൊട്ടാൻ പറ്റും. പിന്നെ പുതിയ വേണമെന്ന് വാവ എന്തിട്ടാണ്? വാവ ചോറുണ്ടില്ലേ? എന്താ ഈ പാല് മാത്രം കുടിച്ചുകൊണ്ട് നടക്കണോ? പിന്നെ ആ ഫ്രിഡ്ജിലുള്ള പാല് മുഴുവൻ തീർന്നല്ലോ. പിന്നെ ഇങ്ങനെ ചോറിനല്ലേ? ഈ മധുരം കഴിച്ച് വണ്ണവും വയ്ക്കും, വയറൊക്കെ ചാടും. കൊണ്ടുമില്ല ഈ ഷുഗർ ഇങ്ങനെ കഴിക്കണേ കേട്ടാ. ആവശ്യത്തിന് കഴിക്കുക. പാലിൽ പഞ്ചസാര ഇടണല്ലേ? അതിന് ഷുഗർ എന്ന് പറയണേ. ഷുഗർ കഴിച്ച് ഉറങ്ങിപ്പോയെ രണ്ടുപേരും കൂടി കിടന്ന് അങ്ങനെ കുഞ്ചപ്പന് ഉറങ്ങിന്നോന്നു. ഇവിടെ ഉറങ്ങിയില്ലേ? മൊബൈൽ കണ്ടിട്ടാണ് ഉറങ്ങിയ മാതിരി കുഞ്ചപ്പന്റെ മൊബൈൽ ഇങ്ങനെ. മുഖത്തിന്റെ ക്ഷീണം എന്താണെന്നറിയാമോ? മൊബൈൽ കണ്ട് മനസ്സിലായോ? മൊബൈൽ കണ്ട് തലക്ക് ക്ഷീണം എന്നാണ്. അതാണ് ആ ഫേസിൽ കാണുന്നത്. അവന് വൈക്കോല് ഇട്ട് കൊടുക്കാനില്ല. വൈക്കോല് നിന്നല്ല ഒന്നും കൊടുക്കില്ലായിരുന്നു. തീറ്റിരിക്കണ്ടായ അവനിപ്പോ വൈക്കോല് ഫുഡ് തിന്നാൻ മടിയാവും. ഈ പാല് കുടിച്ചും വൈക്കോല് മാത്രം കഴിച്ചിട്ട്. അവനഴിച്ചേ അവനഴിച്ചിട്ടൊന്ന് കുടിപ്പിച്ചേ.
ഇട്ട് തരില്ല കേട്ടോ. ഇപ്പൊ കുഞ്ഞിന് വേണ്ടി അവൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കലാണ്. ചൊരുത്തില്ല, കൊറേ നേരം കഴിയുമ്പോഴാണ് അവൾ ചൊരുത്തുക. എവിടെ വാങ്ങിട്ടുണ്ടോ? എത്ര നേരം നോക്കിയിട്ട് ഇരുത്താൻ വെയിറ്റ് ചെയ്ത് വായിച്ചു പോയൊന്ന് കൊണ്ടുപോലെ കേട്ടോ. ആ വായിക്കോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് എടുക്കണമെന്ന്, ഡേ മൈൻ ലൈഫ് ഒരു ഫുൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് വൈകുന്നേരമൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അപ്പം ആകെ ഒരു ക്ഷീണവും തലവേദന കിച്ചെല്ലാം ഉണ്ട്, എല്ലാം തുമ്മൽ, അങ്ങനെ മൊത്തം ടയർഡാണ്. പിന്നെ നമ്മുടെ മക്കളുടെ ഫേസൊക്കെ ഇരിക്കണമെങ്കിൽ എല്ലാവരും മൊബൈൽ നോക്കി ആവശ്യമായി. അമ്മ ഇല്ലാത്തതുകൊണ്ട് നല്ല സ്വാതന്ത്ര്യമായിട്ടിരുന്ന് മൊബൈൽ നോക്കി എല്ലാവരും ടയർഡായിട്ട് അപ്പോഴും നിൽക്കുകയാണ്. പിന്നെ പിന്നെ വേറെന്താ എന്തെങ്കിലും പറയാനോ? ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ചേച്ചി ഫോണിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. എന്താണ് കോയാഹൃത്തി ഒന്നും പറയാനില്ലേ? കണ്ണുമോനെ എന്തെങ്കിലും പറയാനെന്താ? സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാനില്ലേ? ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും പറയണില്ലേ? ഉറക്കോ? അപ്പൊ പറയൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഉഷാറില്ലല്ലോ. പറയൂ, നല്ല ഉഷാറായിട്ട് പറയൂ. ഹലോ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.